ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫാമിലിയിലേക്കില്ലേ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഞാൻ purple.com എന്ന് ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇന്നിവിടെ സംസാരിക്കാം. അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ട, ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഒരു ഐറ്റം. ഇത് വന്നിട്ട് ഡേം ടോക്കിന്റെ 10% നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള ഫേസ് സീറം ആണ് കേട്ടോ. നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടാകും. ഞാൻ പെട്ടെന്ന് അതിൽ പറഞ്ഞു തീർത്തതാണ് കേട്ടോ കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിയാസിനമൈഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് ഈ നിയാസിനമൈഡ്, എന്താണ് അത് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കാം. നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിൽ ഒരുപാട് ആക്റ്റീവ് മൂലകങ്ങളുണ്ട്. അതിൽ പെടുന്ന ഒരു ഐറ്റമാണ് നിയാസിനമൈഡ് എന്ന് പറയുന്നത്. അതായത് വിറ്റമിൻ B3 എന്ന് കേട്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും? വിറ്റമിൻ B3യുടെ വേറൊരു രൂപമാണ് കേട്ടോ ഈ നിയാസിനമൈഡ് എന്ന് പറയുന്നത്. ഈ നിയാസിനമൈഡ് നമ്മുടെ ചർമ്മത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്തും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, നമ്മുടെ വെയിൽ തട്ടിയിട്ട് പൊടി മൂലം ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ, അതിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ നിയാസിനമൈഡ് ഫേസിൽ ഇടുന്ന സമയത്ത് ഒരു ബാരിയർ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഈ നിയാസിനമൈഡ് കൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്, അതേപോലെ തന്നെ ഓയിലി സ്കിൻ ടൈപ്പുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഫേസിലിടുന്നത് അടിപൊളിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഓയിലി സ്കിൻ ടൈപ്പുകാർക്കും കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്കും ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ എന്തെന്നറിയോ? ഓയിൽനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത ടൈപ്പ് സ്കിൻ ടൈപ്പാണ് ഈ ഓയിലി സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഉള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒന്ന് വെയിൽ തട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഡള്ളായി പോകും. അത് മാത്രമല്ല, തീരെ ഒരു ഫ്രഷ്നെസ് ഇല്ലാത്തതുപോലെ ഒരു തോന്നലുണ്ടാവും. നമുക്ക് മാത്രമല്ല, നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കും അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഫേസൊക്കെ ഡള്ളായിട്ട് മൊത്തത്തിൽ ഫേസിലൊരു ഓയിലി, ഒരു എണ്ണമയമായിരിക്കും ഫേസ് മൊത്തമായിട്ട് ഉണ്ടാവുക. ഇനി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിലേക്ക് വരികയാണെങ്കിൽ, അതായത് എൻ്റെ സ്കിൻ ടൈപ്പിൻ്റെ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ, നമുക്ക് T-സോണിലാണ് കേട്ടോ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അത് പകൽ അങ്ങനെ ഉണ്ടാവില്ല, രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ T-സോൺ ഏരിയയിലേക്കൊക്കെ നന്നായിട്ട് തന്നെ ഓയിൽനെസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ അതിൻ്റെ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ കൊടുക്കാം കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാകുക. അതായത് ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, എണീറ്റ് വന്ന് ഇരുന്ന പാടെ ഫേസ് ജസ്റ്റ് കാണിക്കുകയാണ്. അപ്പോൾ കയ്യിൽ ഞാനിങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കയ്യിലൊരു എന്താ പറയുക മെഴുക്ക് പോലെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ ടിഷ്യൂവിൽ വെച്ചിട്ട് ആക്കാനും മാത്രം ഇല്ല, അത്രമാത്രം ഇല്ല. എന്നാലും ചില സമയത്ത് അധികമായിരിക്കും, ചില സമയത്ത് കുറവായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ബലൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ബലൂണിൽ ആ മെഴുക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു പുതിയ ഹാക്കാണ് കേട്ടോ. ഫേസിലുള്ള ഓയിലിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച പുതിയൊരു ഹാക്കാണ് ഗൈസ് ഇത്. അപ്പോൾ ഇതാ കണ്ടോ, ഫേസിൽ ഈ മൂക്കിൻ്റെ 2 സൈഡ്, താടി, ചുണ്ടിൻ്റെ മേലെ, നെറ്റി, ഈ ഒരു ഏരിയയിൽ മൊത്തത്തിൽ ഓയിലാണ്. കവളുടെ 2 സൈഡിലും കുഴപ്പമില്ല കേട്ടോ. അവിടെ നോർമലായിട്ട് എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ തന്നെയാണ് കേട്ടോ. കണ്ടോ, ഞാനതിങ്ങനെ വെക്കുന്നതിനനുസരിച്ച് ആ ബലൂണിൻ്റെ മേലെ കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടയാളം അങ്ങനെയാണ് ഉണ്ടാവുക. ഈ 2 ഭാഗത്ത് ഉണ്ടാവില്ല. T-സോണിൽ നന്നായിട്ട് തന്നെ ഓയിൽ ഉണ്ടാകും കേട്ടോ. അതാണ് ഈ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്കുള്ള മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ. പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ പോഴ്സ് ഉണ്ടായിട്ടാണല്ലോ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഓയിൽ ഉണ്ടാകുന്നത്. ഇതിനൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ റെഡ്നെസ്, എന്താ പറയുക, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ നിയാസിനമൈഡ് വളരെയധികം നല്ലതാണ്. ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. ഈ ഒരു ഫേസ് സിറം നമ്മുടെ ഓപ്പൺ പോഴ്സിനെ മിനിമൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലെമിഷസ്, അൺഈവൻ സ്കിൻ ടോണിനെ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിലാണ്, നോൺ ഗ്രീസി ആണ്. നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് എന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നൊന്ന് നോക്കിയതിന് ശേഷം മാത്രം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഇത് പാരബൻ സൾഫേറ്റ് ഫ്രീ ആണ്. പിന്നെ അതേപോലെ ഹാഷായിട്ടുള്ള കെമിക്കൽസ്
ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ക്യുക്ക് അബ്സോർപ്ഷൻ, നോൺ ഗ്രീസി, ഗ്ലോയിങ് സ്കിൻ, പിഗ്മെൻറ്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ആ സ്കിന്നിലേക്ക് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഫേസിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലുള്ള ഇഷ്യൂസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് നമുക്ക് ഏജ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ അത് അറിയുന്നു എന്നുള്ള കാര്യം. ഇതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഈ ഒരു ഫേസ് സിറം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി കൂടിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിയാസിനമൈഡ് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരാം. ഇത് ഡെർംഡോക്കിൻ്റെ 10% നിയാസിനമൈഡ് ആണ് കേട്ടോ. വളരെ കുറവൊന്നുമല്ല, 10% ആണ് ഇതിൽ നിയാസിനമൈഡ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ആക്റ്റീവ് മൂലകം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അടിപൊളിയായിട്ട് നല്ല റിവ്യൂ കാര്യങ്ങളുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നിയാസിനമൈഡിൻ്റെ ഇതിൻ്റെ മാത്രമല്ല വേറെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടാകുന്നത് ഇഷ്ടമാവുന്നത് അതിനനുസരിച്ച് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കിങ്ങിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഐറ്റം വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? നല്ലൊരു ബ്ലൂ കളറിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. നിങ്ങൾ ഈ ഒരു സിറം യൂസ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യണം. അത് അവരിതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സമയങ്ങളിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനത് രാവിലെ ഇടാറുണ്ട്, അതേപോലെ തന്നെ രാത്രി ഇടാറുണ്ട് കേട്ടോ. രാത്രി ഇടുമ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഒന്നുകൂടി വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഒരു കുഞ്ഞു ബോട്ടിൽ ആദ്യം ട്രൈ ചെയ്തതാണ് കേട്ടോ. ഞാൻ എന്തോ ഒരു ഐറ്റം വാങ്ങിയ സമയത്ത് ഇതിൻ്റെ ചെറിയൊരു പാക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോ ആയിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് യൂസ് ആണ്. നല്ല റിവ്യൂ കാര്യങ്ങളുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്കിത് പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റൂല കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഈസിലി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമൊന്നുമില്ല. അത്ര നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. നല്ല ടൈറ്റാണ് ഈ ഒരു ഐറ്റം. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിങ്ങനെ നിൽക്കുകയേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ നിൽക്കുകയേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഇതാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുകയുള്ളൂ. ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് വേസ്റ്റ് ആയി പോകുമെന്നുള്ള ഒരു ടെൻഷനും നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളിത് അത്യാവശ്യം ബലം എടുത്തിട്ടുണ്ടെങ്കിലേ ഈ സംഭവം അങ്ങനെ നമുക്ക് ഈ ഫില്ലർ നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത് വെക്കാനും പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും വേസ്റ്റ് ആയി പോകുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ഫേസിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഒരു 3 to 4 ഡ്രോപ്സ് അത്രത്തോളം മതി. കണ്ടോ, അത്യാവശ്യം പ്രഷർ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുള്ളൂ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഫേസിൽ ഇടാൻ വേണ്ടിയിട്ട് പോവാണേ. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എന്താ പറയുക, ഈ സെൻറ്റഡ് ആയിട്ടുള്ള ഐറ്റം ഒന്നുമല്ല. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. എന്താ പറയുക, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു വഴുവഴുപ്പുണ്ട് കേട്ടോ ഈ ഒരു സാധനത്തിന്. നമ്മൾ ഫേസിൽ ഇടുന്ന സമയത്താണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഉറ്റിക്കുന്ന സമയത്ത് ഒരു വഴുവഴുപ്പുണ്ട്. അതപ്പോൾ ഫേസിൽ ഇടുന്ന സമയത്തുണ്ട് കേട്ടോ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. എൻ്റെ ഫേസിൽ ഞാൻ എന്തെങ്കിലും ഇട്ടതുപോലെയോ അല്ലെങ്കിൽ ഒരു സിറം യൂസ് ചെയ്തതുപോലെയോ അങ്ങനെ എന്തെങ്കിലും ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്?
കണ്ടോ, അത് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർവ് ആയി പോകുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു ഐറ്റം നിങ്ങൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ purple.com ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എലൈറ്റ് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു നിയാസിനമൈഡിൻ്റെ ഫേസ് സിറം വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കൊളാജൻ ഇല്ലേ, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെയാണ് ഈ ഒരു ഏജിങ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ. ഇതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഐറ്റം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡേംഡോക്കിൻ്റെ 10% നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഫേസ് സിറം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി താങ്ക്സ് ഉണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. പിന്നെന്താ, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.